യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ വി മനുപ്രസാദ് സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള റാങ്ക് ഹോൾഡർമാരുടെ സമരപ്പന്തലിൽ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ കൊല്ലത്ത് 8 പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ അവർ സ്റ്റേഷനിലാണ്. പക്ഷേ ഈ സമരത്തോട് ഇത്ര ക്രൂരമായ നടപടി സ്വീകരിക്കുന്ന പോലീസ് സർക്കാർ ഒരു തരത്തിലും ഇവരെ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. യുവമോർച്ച അതുകൊണ്ടൊരു വളരെ ഗൗരവതരമായ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ്. ഞങ്ങൾ 8-ാം തീയതി വരെയാണ് ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. 8-ാം തീയതിക്ക് മുമ്പ് ഇന്ന് തന്നെ അടിയന്തരമായി ഈ സമരം കിടക്കുന്ന ആളുകളെ ചർച്ചയ്ക്ക് വിളിക്കാൻ മുഖ്യമന്ത്രിയായിട്ടുള്ള വി.ഡി. സതീശൻ തയ്യാറാക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇവരെ ചർച്ചയ്ക്ക് വിളിക്കണം, ഇവരെ ക്ഷണിച്ച് വിളിച്ചുകൊണ്ടുപോയി ചർച്ചയ്ക്ക് നടത്തണം. ഇപ്പോൾ നിരാഹാരം കിടക്കുന്നവരുടെ സമരം അനുഭാവപൂർണ്ണമായി അവസാനിപ്പിക്കാൻ ഗവൺമെൻറ് അടിയന്തരമായി ഇടപെടണം. ഇനി അതിന് വീഴ്ച വരുത്തിയാൽ നാളെ മുതൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിക്ക് നേരെയുള്ള കരിങ്കൊടി പ്രയോഗങ്ങൾ പരസ്യമായി പ്രതിഷേധമായി യുവമോർച്ച രംഗത്ത് വരും എന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. 2, ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രിയെ കാണുന്നതിനും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമായി പാർലമെൻ്ററി പാർട്ടി നേതാവ് കൂടിയായിട്ടുള്ള ഗോപകുമാർ സാറ് അദ്ദേഹം ഈ കാര്യമായിട്ട് ഉടനെ തന്നെ മുഖ്യമന്ത്രിയെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. യുവമോർച്ച ഈ കാര്യങ്ങളിൽ വളരെ സത്യസന്ധമായി ഇത് പരിഹരിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ്. ഈ സമരം തുടരാതിരിക്കാൻ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുണ്ടാകണം. ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന PSC കൊള്ള ഉൾപ്പെടെയുള്ള എല്ലാ സമരങ്ങളും അത് മുന്നോട്ട് കൊണ്ടുപോകും, പരിഹാരം ഉണ്ടാകുന്നതുവരെ. പക്ഷേ അടിയന്തരമായി മിനിമം ഇവരെ വന്ന് കണ്ട് ചർച്ച ചെയ്യാനുള്ള തീരുമാനം സർക്കാർ എടുക്കണം, ക്ഷണിച്ചു കൊണ്ടുപോകണം. കാരണം ഇവർ അവഗണിക്കപ്പെടേണ്ടവരും തെരുവിലലയേണ്ടവരുമല്ല. ഇവർ സമരം ചെയ്യുന്നത് മാന്യമായി പഠിച്ച് ജോലി നേടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ പറഞ്ഞ എല്ലാ ക്വാളിഫിക്കേഷനും നേടിയതിനു ശേഷം PSC ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ്. തെരുവിലലയുന്ന നായ്ക്കളെക്കാൾ ദുരവസ്ഥയിലാണ് ഇവിടെ കിടക്കുന്ന ഉദ്യോഗാർത്ഥികൾ. അങ്ങനെ അവരെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. മുഖ്യമന്ത്രിക്ക് യുവമോർച്ചയുടെ ഒരു താക്കീതായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തിരുന്നു, വന്നു കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. ഇവരെ ചർച്ചയ്ക്ക് ക്ഷണിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് യുവമോർച്ച പ്രഖ്യാപിക്കുന്നു. ഇല്ലെങ്കിൽ കരിങ്കൊടി പ്രതിഷേധങ്ങളും മുഖ്യമന്ത്രി തടയുന്ന പ്രതിഷേധങ്ങളിലേക്കും ഞങ്ങൾ നാളെ പോകാൻ നിർബന്ധിതരാകുമെന്ന് മാത്രമാണ് ഇപ്പോൾ സൂചിപ്പിക്കാനുള്ളത്. പാർലമെൻ്ററി പാർട്ടി നേതാവായിട്ടുള്ള BJPയുടെ ചാത്തന്നൂർ MLA ഗോപകുമാർ സാറ് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ കാണാനും മറ്റു കാര്യങ്ങൾ സംസാരിക്കാനുമുള്ള ചില തീരുമാനങ്ങൾ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. തുടർ സമരങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാകും. പോലീസ് നടത്തിയ നരനായാട്ട് അപലപനീയമാണ്. യുവമോർച്ച നടത്തുന്ന സമരങ്ങളെ അടിച്ചമർത്താൻ, ചോരയിൽ മുക്കിക്കൊല്ലാൻ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന നരനായാട്ട് അവസാനിപ്പിക്കണം എന്നുകൂടി യുവമോർച്ച ആവശ്യപ്പെടുകയാണ്. ചോദിക്കാനുണ്ട്. യുവമോർച്ച ഇന്ന് സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രതിഷേധത്തിന് നേർക്ക് വലിയ അക്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇതിനെതിരെ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് യുവമോർച്ച. മാത്രവുമല്ല, സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്ന LP സ്കൂൾ ടീച്ചേഴ്സ് റാങ്ക് ഹോൾഡർമാരുമായി മുഖ്യമന്ത്രി തന്നെ ചർച്ച നടത്തണം എന്നുള്ള ആവശ്യം യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ വി മനുപ്രസാദ് ഉന്നയിച്ചിരിക്കുകയാണ്.